ബിഗ് ബോസ് തമിഴ് അങ്ങനെ അവസാനിക്കാനായിട്ട് പോവുകയാണ്. നാളെയാണ് ഗ്രാൻഡ് ഫിനാലെ എപ്പിസോഡ് എന്ന് പറയുന്നത്. സോ ബിഗ് ബോസ് തമിഴ് അങ്ങനെ തീരാൻ പോകുന്നു. നമുക്കറിയാം ബിഗ് ബോസ് മലയാളത്തിൽ ഇത്തവണ ഒരു ലേഡി വിന്നറാണ് ഉണ്ടായിട്ടുള്ളത്. അനുമോളായിരുന്നു ലേഡി വിന്നർ. എന്നാൽ ഇതായിപ്പോ ബിഗ് ബോസ് തമിഴിൽ വിജയിക്കാൻ പോകുന്നത് ഒരു ലേഡി വിന്നർ എന്നുള്ള തരത്തിലൊക്കെയാണ് ഇപ്പോൾ കേൾക്കുന്നതെന്ന് പറയുന്നത്. അതായത് ദിവ്യ ഗണേഷാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ, അതായത് വോട്ടുകളുടെ കാര്യത്തിലായാലും ഒക്കെ തന്നെ ദിവ്യ ഗണേശനാണ് കൂടുതൽ സപ്പോർട്ട് എന്നാണ് കേൾക്കുന്നതെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ദിവ്യ ഗണേശ് തന്നെ ആയിരിക്കും തമിഴിൽ ഇത്തവണ കപ്പ് തൂക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ തമിഴിലും ഒരു ലേഡി വിന്നർ ഈ സീസണിൽ കപ്പ് തൂക്കുന്നതാണെങ്കിൽ കാര്യങ്ങൾ മാറും. മലയാളത്തിലും ഒരു ലേഡി വിന്നർ കപ്പ് തൂക്കി. ഇപ്പോൾ ഇതാ തമിഴിലും ഇപ്പോൾ അടുത്തൊരു ലേഡി വിന്നർ ദിവ്യ ഗണേഷ് കപ്പ് തൂക്കുന്ന കണക്ക് കാര്യങ്ങൾ മാറും. മലയാളത്തിൽ അനുമോളായിരുന്നെങ്കിൽ ഇതിൽ ദിവ്യ. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. അനുമോള് ബിഗ് ബോസിൽ തുടക്കം മുതലേ വന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നെങ്കിൽ ദിവ്യ ഗണേഷ് വൈൽഡ് കാർഡ് എൻട്രിയിലൂടെയാണ് ബിഗ് ബോസ് തമിഴിൽ കയറിയെന്ന് പറയുന്നത്. അപ്പോൾ ഒരു വൈൽഡ് കാർഡാണ് ബിഗ് ബോസ് തമിഴിൽ കപ്പ് തൂക്കാനായി പോകുന്നത് എന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ ഒരു കിടപ്പോശം എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താണെന്നുള്ളത്. കാരണം നമുക്കൊരു ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും ആ ഒരു വിജയ് ആരാണെന്നൊക്കെയുള്ള ഒരു പ്രഡിക്ഷനും കാര്യങ്ങളൊക്കെ വരും, സ്വാഭാവികമാണ്. അത് മാത്രമല്ല ഇത്തവണ നോക്കുമ്പോഴത്തേക്കും തമിഴിൽ നോക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന രീതിയിൽ മണി ബോക്സ് എടുത്തുകൊണ്ടുപോയ വ്യക്തി വിനോദ് ഈ പറയുന്ന രീതിയിൽ വിജയിക്കാനായിട്ട് അർഹനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അത്യാവശ്യം നല്ല വോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ ആ ഒരു പെട്ടി എടുത്തുകൊണ്ട് പോയതിൽ പിന്നാലെ നല്ല രീതിക്ക് ദിവ്യയ്ക്കായി ചാൻസ് കൂടുതലായിട്ട് മാറിയെന്ന് പറയുന്നത്. പക്ഷേ ചിലരൊക്കെ പറയുന്നുണ്ട് ഇപ്പോഴും ശബരി വിജയിക്കുമെന്നുള്ള തരത്തിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും ദിവ്യയ്ക്ക് തന്നെയാണ് ചാൻസസ് വളരെയധികം ഹൈ ആയിട്ട് നിലവിലത്തെ സാഹചര്യത്തിൽ നിൽക്കുന്നതെന്ന് പറയുന്നത്. സോ ദിവ്യ ജയിക്കാൻ തന്നെയായിരിക്കും കൂടുതൽ സാധ്യത എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നാളെ വിജയ് സേതുപതിയുടെ കയ്യിൽ നിന്നും ചിലപ്പോൾ ഒരു ലേഡി വിന്നർ ആയിരിക്കും കപ്പ് തൂക്കാനായിട്ട് പോകുന്നത്. മലയാളത്തിൽ അങ്ങനെ അനുമോൾ കപ്പ് തൂക്കി. അതോടൊപ്പം തന്നെ ഇപ്പോൾ തമിഴിൽ ദിവ്യ കപ്പ് തൂക്കാനായി പോകുന്നു. പക്ഷെ ദിവ്യ കപ്പ് തൂക്കുന്നതിനോട് ഈ പറയുന്ന രീതിയിൽ ഹേറ്റേഴ്സും ഉണ്ട്, എതിർപ്പുള്ളവരും ഉണ്ട് എന്നുള്ളത് നമുക്ക് സോഷ്യൽ മീഡിയ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ദിവ്യ സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. നമുക്കിപ്പോൾ അനുമോൾ കപ്പ് തൂക്കിയപ്പോഴായാലും അനുമോൾക്ക് ഹേറ്റേഴ്സ് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ തമിഴിലും ദിവ്യയുടെ കാര്യത്തിലായിരുന്നു. പക്ഷെ ദിവ്യ ഒരു വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ വന്ന് ഒരു സപ്പോർട്ടൊക്കെ നേടിയെടുത്ത് ഈ ഒരു രീതിയിൽ കപ്പൊക്കെ അടിക്കുക എന്ന് പറയുന്നത് സമ്മതിച്ചു കൊടുക്കണം. കാരണം തുടക്കത്തിൽ ഉണ്ടായിരുന്നൊരു കണ്ടസ്റ്റന്റ് അല്ല. വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ അതിനുള്ളിൽ കയറിയിട്ട് ഇമാതിരി ലെവല് കാര്യങ്ങൾ എത്തിക്കുക എന്ന് പറയുന്നത് അത്ര ചെറിയൊരു കാര്യമല്ല. എന്തായാലും സംഭവം കപ്പ് തൂക്കിയിട്ടില്ല, പക്ഷെ തൂക്കാൻ പോകുന്നത് ദിവ്യയാണ് എന്നുള്ള തരത്തിൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ്ലി ഒരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. സോ ഇനി ഒറ്റ ദിവസം കൂടെ മാത്രമേ ഉള്ളൂ. എന്തായാലും സംഭവം തമിഴിലും അങ്ങനെ ഒരു ലേഡി വിന്നർ ആണോ ഉണ്ടാവാനായി പോകുന്നത്? മലയാളം അവസാനിച്ചപ്പോഴത്തേക്കും ഒരു ലേഡി വിന്നർ അനുമോൾ ഉണ്ടായി. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ തമിഴില് ദിവ്യ ഗണേഷ് അങ്ങനെ ബിഗ് ബോസിന്റെ ഒരു വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ കടന്നു വന്ന് തമിഴില് വിജയ് സേതുപതിയുടെ കയ്യിൽ നിന്നും അങ്ങനെ ബി കപ്പ് തൂക്കാനായി പോവുകയാണോ എന്നുള്ളത് കണ്ടറിയാം. ഇത്തവണ എനിക്ക് തോന്നുന്നത് ലേഡീസിനാണ് കുറച്ചുകൂടി ഒന്ന് ബിഗ് ബോസിൽ ഒന്ന് തരംഗമാവാൻ സാധിച്ചതെന്നാണ് തോന്നുന്നത്. ഇപ്പൊ മലയാളത്തിലായാൽ പോലും അനുമോൾ കപ്പ് തൂക്കുമെന്ന് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്ത ഒരു കാര്യമല്ല എന്നുള്ളത് വാസ്തവം തുടക്കത്തിൽ വന്നപ്പോഴത്തേക്കും. പക്ഷെ അവസാനമായപ്പോഴത്തേക്കും എന്ത് തന്നെ ആയാലും അത് അനുമോളുടെ കയ്യിൽ എത്തി അവസാനം. അതോടൊപ്പം തന്നെ ഇപ്പോൾ തമിഴിലായാൽ പോലും തമിഴില് മറ്റൊരാൾ ഈ പറയുന്ന രീതിയിൽ വിനോദൊക്കെ വിജയിക്കുമെന്നൊക്കെ ഉള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ ഈ പറയുന്ന രീതിയിൽ ബോക്സും എടുത്തുകൊണ്ട് പോയി, മണി ബോക്സും എടുത്തുകൊണ്ട് പോയതിൽ പിന്നാലെ പിന്നെ അത് കുറച്ചുകൂടി ഒന്ന് എളുപ്പമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയായിരുന്നു. സോ ദിവ്യയ്ക്ക് അത് അനുകൂലമായി മാറുകയും ഇപ്രാവശ്യത്തെ കപ്പ് തൂക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയുമാണോ എന്നുള്ളത് കുറച്ച് സമയത്തിനുള്ളിൽ അറിയാൻ സാധിക്കും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മലയാളത്തിലും തമിഴിലും ബിഗ് ബോസിൽ ലേഡി വിന്നറായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ഉറപ്പിച്ച് പറയാം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ തമിഴ് ബിഗ് ബോസ് കാണുന്നതാണോ? ദിവ്യ വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.